തന്റെ കൂട്ടുകാരന് ഒരു വീട്. കൂട്ടുകാരനോടുള്ള സ്നേഹവും കാരുണ്യവും ഈ പ്രവർത്തനത്തിന്റെ പേരിൽ തന്നെയുണ്ട്. ഈ പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ വീടിന് തറക്കല്ലിടുകയും അധ്യാപകരും കുട്ടികളും തങ്ങളുടെ ശ്രമദാനമായി വീടുപണിയിൽ പങ്കാളികളാവുകയും ചെയ്തു SB ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി. കൂടാതെ ഈ പദ്ധതിയെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി പഠന പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം കോട്ടയം ജില്ലയിലെ സെയിന്റ് ബർക്ക്മൻസ് ചങ്ങനാശ്ശേരിയെ ഈ വേദിയിലേക്ക്. സെയിന്റ് ബർക്ക്മൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇത് ഞങ്ങളുടെ വിദ്യാലയം ചങ്ങനാശ്ശേരി സെന്റ് ബർക്ക്മൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാക്ഷേത്രം, സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രം. എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ രക്ഷാധികാരി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 2928 ആൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നു. 98 അധ്യാപകരും 11 അനധ്യാപകരും കർമ്മനിരതരായി വിദ്യാർത്ഥികളോടൊപ്പം 2010 മാർച്ചിൽ 504 വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തിയ റെക്കോർഡ്. അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഈ മഹാപാഠശാലയിലേക്ക് സ്വാഗതം. സർ, നിങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം, അതുപോലെ ഞങ്ങളുടെ സാങ്കേതിക മികവ്, ഒപ്പം വിഭവ സമാഹരണവും വിനിയോഗവും. ഇതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. അനന്തുമോനോടും ഷിയോൺ വർഗീസിനോടുമാണ്. നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും ഒരു ബാല്യകാല അനുഭവം ഈ വിഷുക്കണി എന്ന കവിതയിൽ പറയും പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ അനുഭവം? ഞങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. സ്കൂളിൽ ഞങ്ങൾക്ക് ഒത്തിരി മറക്കാനാവാത്ത ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തിരി പറയൂ. അതിലൊന്നാണ് എൻ്റെ കൂട്ടുകാരനൊരു വീട് എന്ന പദ്ധതി. എന്താണ് എൻ്റെ കൂട്ടുകാരനൊരു വീട് എന്ന പദ്ധതി? തെങ്ങിനെ പറ്റി കാണാൻ പഠിച്ചുകൊണ്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ പശുവിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പശുവിനെ തെങ്ങിൽ കെട്ടിയിരിക്കുന്നു. പിന്നെ തെങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചതങ്ങ് പറയുക. വേണ്ട, നിങ്ങളിങ്ങനെ കൂട്ടുകാരൻ്റെ വീടിനെ പറ്റി തയ്യാറായിട്ട് വന്നു. അപ്പോൾ മാഷ് എന്ത് ചോദിച്ചാലും അതിലേക്ക് അങ്ങ് ബന്ധിപ്പിച്ച് പിന്നെ കൂട്ടുകാരൻ്റെ വീടിനെ പറ്റി അങ്ങ് പറയുന്നു. അതിന് പകരം അങ്ങ് ഒരു ഇതുവരെ പ്രിപ്പയർ ചെയ്തെല്ലാം മാറ്റി ഹൃദയം തുറന്നങ്ങ് സംസാരിക്കുക കേട്ടോ. തുടർന്ന് പറയുന്നോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉത്തരം പറഞ്ഞത്? അതായത് വിഷുക്കണി എന്ന കവിതയില് കവി പറയുന്നത് പോലെയുള്ള ഒരു ബാല്യകാലാനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നോന്നാണ്. വിഷുക്കണി പഠിക്കാനില്ലേ? ഉണ്ടായിരുന്നു. ആരെഴുതിയതാണ്? വൈലോപ്പള്ളി. എന്താണ് ആ കവിതയിൽ പറയുന്നത്? കവിതയിൽ കവി വിഷുവിൻ്റെ ദിനത്തിലാണ് കവി ആദ്യമായി തൻ്റെ ഭാര്യയെ അല്ലെ തൻ്റെ സഖിയെ പരിചയപ്പെട്ടത്. അപ്പോൾ അന്ന് കവിയും തൻ്റെ ജീവിത സഖിയുമായുള്ള ആ ബന്ധം തുടങ്ങുന്നതും. അപ്പോൾ കവി തൻ്റെ പ്രകൃതിയെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെ കുറിച്ചുമൊക്കെ വാചാലനാവുന്ന ഒരു കവിതയാണ് വിഷുക്കണി. മോനെ, അത് ശരിയായില്ല. SSLCയിലുള്ള വേറെ ആരാ ഉള്ളത്? വിഷുക്കണി എന്ന കവിതയിൽ കവി തന്റെ ബാല്യകാല അനുഭവങ്ങളാണ് ആ കവിതയിലൂടെ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. ആദ്യകാലം തന്റെ ബാല്യകാലം മുതൽക്കേ തന്റെ പ്രാണസഖിയെ കണ്ടുമുട്ടുന്ന കാര്യം വരെയാണ് കാവ്യാവത്തിൽ. പ്രാണസഖി അവിടെ നിൽക്കട്ടെ, അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ പറയുന്ന പോലത്തെ ഏതെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ
ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു ചെറിയ ഒരു ക്ലബിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓണാഘോഷ പരിപാടികളൊക്കെ വരികയാണെങ്കിൽ അതിന് സംഭാവനയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ മാങ്ങ പൊട്ടിച്ചൊക്കെ തിന്നാറുണ്ട്. അത് വളരെയധികം എൻ്റെ ഒരു ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബാല്യകാല അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു അല്ലേ അല്ലാണ്ട് നമ്മുടെ സഖിയെ കണ്ടുമുട്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ എത്ര നാളായി ITH സ്കൂൾ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ? 2002 മുതൽ. 2002 മുതലുണ്ട്. അപ്പം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു പഠന രീതി ഉണ്ടല്ലോ, ആൾക്കാർ സാധാരണ ഈ ഡോക്ടർ ജിയോ വെച്ചിട്ടൊന്നും അല്ലല്ലോ അന്ന് ആരും മാത്സ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങളല്ലേ അത് പഠിക്കുന്നത്. ആ ഒരു അനുഭവം ഈ അനുഭവമായിട്ട് നിങ്ങൾ എപ്പോഴും സംസാരിക്കാനോ വേറെ നിങ്ങളുടെ കസിൻസുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഇടയായിട്ടുണ്ടോ? ഇല്ല, സംസാരിക്കാറില്ല അതൊന്നും. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്തില്ലേ മോനല്ലേ പ്രോജക്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിക്കാറില്ലേ? ഞാനിങ്ങനെ ഓപ്പൺ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മോനെന്താ വിഭ്രാന്തിയുണ്ട്, ഭയങ്കര ഒരു പരിഭ്രമം, ചോദിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ ഒരു ചെറിയ കാര്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ചെയ്തു. ചങ്ങനാശ്ശേരി ടൗണിൽ എങ്ങോട്ട് നോക്കിയാലും കമ്പ്യൂട്ടർ പഠന കേന്ദ്രങ്ങളാണല്ലോ. അവിടെ ഒന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം ഇത്രയും പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങളെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഡോക്ടർ ജിയോ വെച്ചിട്ടാണ് നിങ്ങൾ മാത്സ് പഠിക്കുന്നത് അല്ലേ? ആണല്ലോ. അപ്പോൾ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ അത് വെച്ചിട്ടല്ലല്ലോ അവരിപ്പോഴും മാത്സ് പഠിക്കുന്നതാണോ? ഒരു പക്ഷേ ആയിരിക്കാം. അല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കവിടെ ITH സ്കൂളില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ തന്നെ എങ്ങനെ വിലയിരുത്തും? ഇങ്ങനെ പുതിയ പാഠ്യപദ്ധതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്രയൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയ ആൾക്കാരല്ലേ. സ്കൂളിൽ ITH സ്കൂൾ മികച്ച ഒരു വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ മൈക്കൊന്ന് കൊടുക്കും. എനിക്ക് നിങ്ങളുടെ ഒരു അനുഭവം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന ഒന്നും എന്നോട് പറയണ്ട. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയൊക്കെ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നു, നിങ്ങൾ വേറൊരു രീതിയിലാണ് പഠിക്കുന്നത്, നിങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് പറയും. തീർച്ചയായും വളരെ നല്ലൊരു അനുഭവമാണ്. ഒരു ഉദാഹരണം പറയും. ഏത് കാര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ പഠിച്ചപ്പോൾ നിങ്ങളൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നിയത്? IT ലാബായിട്ട് ഞങ്ങൾക്ക് 2 പീരീഡാണ്. 2 പീരീഡ് ക്ലബ് ചെയ്താണ് ലഭിക്കാറ്. രണ്ട് വിദ്യാർത്ഥികളാണ് ഒരു കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പീരീഡ് ലഭിക്കത്തക്ക വിധം IT ലാബ് പീരീഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുന്നുള്ള ആഴ്ച മോൻ IT ലാബിൽ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് റൈറ്റർ എന്ന് പറയുന്നത്. അല്ല, ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി എന്നോട് പറയൂ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സംബന്ധമായിട്ട് മാത്യു സാർ ഉണ്ടല്ലോ, ഫിസിക്സ് സംബന്ധമായിട്ട് മോൻ ക്ലാസ്സിൽ IT ലാബിൽ ഇപ്പോൾ എന്താണ് ചെയ്തത്? ഫിസിക്സ് സംബന്ധമായിട്ടല്ല, ഞാൻ എന്തെങ്കിലും ഒരു വിഷയ സംബന്ധമായിട്ട് ഇംഗ്ലീഷ് സംബന്ധമായിട്ട് ഞാനൊരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. നിങ്ങളുടെ സ്കൂള് അത്രയും ചരിത്രമുള്ളൊരു സ്കൂളാണ്. അവിടെ പഠിക്കുന്ന ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതൊരു അഭിമാനമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. എന്നാലും എല്ലാവരും നോക്കില്ലേ, SB സ്കൂളിലെ കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നില്ലേ? തീർച്ചയായും ഞങ്ങൾക്ക് സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. അന്നേരം 3000-ഓളം തന്നെ കുടുംബങ്ങൾ ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അന്നേരം സമൂഹത്തോട് എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്? അഡ്മിഷൻ കിട്ടിയ ഞങ്ങൾ ആദ്യമേ എൻ്റെ പഴയ സ്കൂളിൽ നിന്ന് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ചേട്ടന്മാരൊക്കെ അവിടെ ചേർന്നറിഞ്ഞു. പിന്നെ നാട്ടിൽ ഈ സ്കൂളിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്കൂളിൽ ചേർന്നത്. അപ്പോൾ അഭിമാനമാണ് അവിടെ പഠിക്കുന്നത്? തീർച്ചയായും അഭിമാനമാണ്. നിങ്ങളുടെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ആവശ്യമായ എല്ലാം അവിടെ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ഞങ്ങൾക്കിനിയും പ്രധാനമായി ആവശ്യമുള്ളത് ഒരു ഇൻഡോർ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയമാണ്. ഞങ്ങളത് ബാസ്കറ്റ്ബോൾ ഞങ്ങളുടെ സ്കൂളിൽ കഴിവുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങളിപ്പോൾ കളിക്കുന്ന മഡ് കോർട്ടിലാണ്. അത് അവരുടെ തുടർന്ന് വരുന്ന പരിശീലനത്തിന് ശരിയാവുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നവീനമായ രീതിയിലുള്ള ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. തൊട്ട് മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ പണി കഴിപ്പിച്ച ഒരു അത്യാവശ്യമുള്ള സംഗതി ഏതായിരുന്നു? എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നോ? ഏറ്റവും പുതുതായിട്ട് പണിഞ്ഞ ഏതെങ്കിലും ബ്ലോക്ക് പണി അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് പണി, അങ്ങനെ എന്തെങ്കിലും പണികൾ നടത്തിയിരുന്നോ? ഞങ്ങൾക്ക് കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ ടാപ്പുകൾ ഏകദേശം 12 ടാപ്പുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അനന്തമോൻ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? 10ലാണ് അല്ലേ? അപ്പോൾ ഈ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് കിട്ടാതിരുന്ന എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയതിൻ്റെ ഉദാഹരണം പറയാമോ? 10ാം ക്ലാസ്സിൽ വന്നതോടെ
കൂടുതൽ പാഠങ്ങളും കൂടുതൽ അതെ. അല്ല, മുമ്പ് കമ്പ്യൂട്ടർ വരുന്നതിന് മുൻപും ആളുകൾ 10ാം ക്ലാസ് പഠിക്കുകയും പാസ്സാകുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് കിട്ടാതിരുന്ന എന്ത് അറിവാണ് നിങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്? പ്രധാനമായിട്ടും സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ച GPS തന്നെ ഇന്റർനെറ്റ് വഴി. ഞാനൊരു ഉദാഹരണം പറയും. ഏത് അറിവാണ് നിങ്ങളുടെ? GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS അത് കൂടുതലായിട്ടും ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ അതിന്റെ പദ്ധതികൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെയും GPS ഉപയോഗിക്കാവുന്ന ഒരു മേഖല പറയാമോ? ഇവിടെയും GPS ഉപയോഗിക്കുന്ന കാർഷിക മേഖലയിൽ GPS എങ്ങനെയാ ഉപയോഗിക്കുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കീടബാധയും മറ്റും. GPS ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? കീടബാധയുടെ വ്യാപനവും മറ്റും GPS ഉപയോഗിച്ച്. എങ്ങനെയാ GPS ഉപയോഗിച്ച് കണ്ടുപിടിക്കുക? ഏതുതരം കീടബാധയാണ്? അതെങ്ങനെയാ GPS കൂടെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാത്ത ഒരു കാട്ടിൽ കൂടെ പോകണമെന്നിരിക്കട്ടെ, അവിടെ GPS ഏത് വിധത്തിൽ സഹായിക്കും? GPS വളരെയധികം അമേരിക്കയിലൊക്കെ ഇപ്പൊ അത് അല്ല, ഇന്ത്യയിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് വ്യാപകമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഉണ്ട്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ വഴി കാണിച്ചു തരാനായിട്ട് വലിയ ടൗണുകളിലൊക്കെ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റ് മാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന അതിനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ലാബറട്ടറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ലാംഗ്വേജ് ലാബറട്ടറി. എന്തൊക്കെയാണ് അതിലുള്ളത്? നിങ്ങൾക്ക് എന്തോ അതുകൊണ്ട് പ്രയോജനം കിട്ടിയിരിക്കുന്നു? ഞങ്ങൾക്ക് ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ് അതുപോലത്തെയുള്ള റീഡിങ്, റൈറ്റിംഗ് അതുപോലത്തെയുള്ള സ്കിൽസ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അത് ഒരു ലാബറട്ടറി ഇല്ലെങ്കിലും പറ്റൂലേ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താലും റീഡിംഗ് ഒക്കെ പറ്റും. ലൈബ്രറിയിലെ പുസ്തകം വിജ്ഞാനത്തിലോട്ട് കടന്നെല്ലാം നമ്മെ സഹായിക്കുന്ന വഴി. ലാബറട്ടറിയിലും ലൈബ്രറിയിലും പുസ്തകം എന്താണ് വ്യത്യാസം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൻ്റെ പല ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് കൂടുതൽ നമുക്ക് നല്ലപോലെ അറിയാൻ സാധിക്കുന്നു. ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഓരോ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, നമ്മുടെ പ്രൊനൗൺസിയേഷൻ നല്ലപോലെ മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് വന്ന ഒരാളാണ് സ്ഥാപിച്ചതെന്നും സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പം അന്ന് സ്കൂള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യം ആണെന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ പുതിയ ലോക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയുടെ സാഹചര്യത്തിൽ നിങ്ങൾ ആ സ്കൂള് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഒരു അജണ്ടയായി കാണുന്നത് എന്താണ്? ഞങ്ങളുടെ സ്ഥാപകൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അല്ല, അത് മാത്രമല്ല, അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ വിദ്യാലയം കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാകണം, സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി സെയിന്റ് ബർഗ്മൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സെയിന്റ് ബർഗ്മൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 94.2 ഔട്ട് ഓഫ് 100.